ഹലോ എഞ്ചിനീയേഴ്സ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MEP ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ആവുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് എൻ്റർ ആവുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഫ്രഷേഴ്സോ അല്ലെങ്കിൽ കരിയറിൻ്റെ ബിഗിനിങ്ങിലുള്ള എഞ്ചിനീയേഴ്സോ ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സും, അതായത് ജനറേറ്റേഴ്സിൻ്റെയും ട്രാൻസ്ഫോമേഴ്സിൻ്റെയും അതിനെക്കുറിച്ച് ലേൺ ചെയ്യുന്നതിനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ജനറേറ്റേഴ്സിനെ കുറിച്ച്, ദ ബെസ്റ്റ് വേ ടു ലേൺ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ് ആൻഡ് ഹെൽപ്ഫുൾ വെബ്സൈറ്റ്സ് ആൻഡ് സം ലേണിംഗ് ടിപ്സ് ആൻഡ് മിസ്കൺസെപ്ഷൻസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ്, then how to get ready for an exam or test for this, and the normal tools and practices using for this industry. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഫസ്റ്റ് ബെസ്റ്റ് വേ ടു ലേൺ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ജനറേറ്റർ. നമ്മൾ ഒരു ട്രാൻസ്ഫോമേഴ്സ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് സർവീസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ MEP ഇൻഡസ്ട്രിയിൽ ഒരു മെയിൻ പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ പവർ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് എക്യുപ്മെന്റുകളാണ് ട്രാൻസ്ഫോമർ, ജനറേറ്റർ. സോ അതിനെക്കുറിച്ച് ലേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ബേസിക്സ്, നമ്മൾ ഓൾറെഡി കോളേജിൽ പഠിച്ചിട്ടുള്ള ബേസിക്സ് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് നമ്മൾ നോർമൽ വീഡിയോസ് കാണുന്നതിലും കുറച്ചും കൂടി നമുക്ക് ആനിമേഷൻ വീഡിയോസ് അവൈലബിൾ ആണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് ആനിമേഷൻ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഓരോ പാർട്സുകളെല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ആനിമേഷൻ വീഡിയോസ് ഉണ്ട്. അത്തരം ആനിമേഷൻ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ്ങിന് എളുപ്പമായിരിക്കും, റിലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നെക്സ്റ്റ്, എങ്ങനെയാണ് ഒരു ഡിസൈനിങ്ങിൽ ഒരു ജനറേറ്റർ വരുന്നത്, ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ എങ്ങനെയായിരിക്കും ട്രാൻസ്ഫോമേഴ്സും അല്ലെങ്കിൽ ജനറേറ്റേഴ്സും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് എപ്പോഴും SLD എന്നായിരിക്കും. അതായത് സിംഗിൾ ലൈൻ ഡയഗ്രം എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ്ങിൽ നിന്നായിരിക്കും നമുക്ക് ഇത് കിട്ടുക. അപ്പം ഇത്തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രോയിങ്, ഡിഫറെൻറ്റ് പ്രൊജക്ട്സുകളുടെ ഡ്രോയിങ് നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ ഒരുപാട് അവൈലബിൾ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരു ലൈവ് പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊജക്ട് ഡ്രോയിങ് നിങ്ങൾ അതിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ചെയ്യാവുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ, ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അവിടെ ചില ആളുകൾ അവരുടെ ലൈവ് പ്രൊജക്റ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാവുന്നതിൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വേറൊരു മെത്തേഡ് എന്തെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് ലൈവ് വെബിനാർസ് എല്ലാം അവൈലബിൾ ആണ്, എസ്പെഷ്യലി ഇൻ ദ സപ്ലയർ സൈഡിലൊക്കെ. അതായത് ഈ ട്രാൻസ്ഫോമേഴ്സും ജനറേറ്ററും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ആ കമ്പനീസിൻ്റെ എല്ലാം ലൈവ് വെബിനാർസും എല്ലാം അറ്റൻഡ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാടുള്ള പുതിയ ടെക്നോളജികൾ, അതുപോലെ തന്നെ അതിൽ ഡിസൈനിങ്ങിൻ്റെ ടിപ്സുകൾ എല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലിങ്ക്ഡിൻ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് അല്ലെങ്കിൽ ഓൺലൈൻ ബുക്സുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, ഇതെല്ലാം ഈ ഒരു ജനറേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് നിങ്ങൾ ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഇത്തരം ഇപ്പോൾ നിങ്ങൾക്ക് വെബിനാർസുകളാണെങ്കിലും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകൾ ഏതൊക്കെയായിരിക്കും എന്നുള്ളത്. ഫസ്റ്റ് വെബ്സൈറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ കാണാൻ കഴിയും നിങ്ങൾക്ക് അതിൽ. ഇതുപോലെ തന്നെ ചില ആനിമേഷൻ വീഡിയോസും അതുമായിട്ടുള്ള സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോർട്ടൽ എന്നുള്ള ഒരു വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ചും കൂടി ലേണിങ്ങിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ആക്ച്വലി ഇതൊരു സർട്ടിഫിക്കേഷൻ അതോറിറ്റി അല്ലെങ്കിൽ ക്രെഡിഷൻ തരുന്ന ഒരു അതോറിറ്റിയാണ്. അവർക്ക് ഒരുപാട് ക്രെഡിഷൻസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. സിപ്സി എന്നാണ് ആ ഒരു വെബ്സൈറ്റിന്റെ പേര്. ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിൽഡിംഗ് സർവീസസ് എഞ്ചിനീയേഴ്സ്, സിപ്സി എന്നാണ്, CIBSE എന്നുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അവരുടെ ഒരുപാട് അക്രഡിഷൻസ് ഒക്കെ നിങ്ങൾ ഒരു സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലേണിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു അതിലൊരു ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് വെബിനാർസ് എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്.
ഇനി അതല്ല AICPC അങ്ങനെ ഒരുപാട് അവരുടെ അക്രഡിഷൻസ് ഉണ്ട്. അതിന് ചില എക്സാമുകളും ചില പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട്. അതെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അക്രഡിഷൻസ് എല്ലാം കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു വാല്യൂ ആഡഡ് പോലെ ആയിരിക്കും. അപ്പൊ അതിലും ജനറേറ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചുള്ള വെബിനാർസുകളും ഡിസൈൻ വെബിനാർസുകളും എല്ലാം പൊതുവെ കണ്ടുവരാം. ഇനി ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് മാനുഫാക്ചേഴ്സ് ആണ്. ഈ മാനുഫാക്ചേഴ്സിന്റെ വെബ്സൈറ്റുകൾ നിങ്ങൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും പുതിയ ടെക്നോളജികളെ കുറിച്ചൊക്കെ അവരുടെ പുതിയ ടെക്നോളജികളും പുതിയ അതുപോലെ തന്നെ ഡിസൈനിങ്ങിന്റെ ടിപ്സുകളും കാര്യങ്ങളും ഈവൻ വെബിനാർസ് വരെ ചില വെബ്സൈറ്റുകളൊക്കെ ചില മാനുഫാക്ചേഴ്സ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളെല്ലാം വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് നമ്മളെ ട്രാൻസ്ഫോമേഴ്സിന്റെ ഒരു വലിയ സപ്ലയർ ആയിട്ടുള്ള മാനുഫാക്ചർ ആയിട്ടുള്ള ഒരു ഇതാണ് സ്നൈഡർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്നൈഡർ എന്നുള്ള ഒരു ബ്രാൻഡ്. നെക്സ്റ്റ് വേറൊരു ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ ABB എന്നുള്ള ബ്രാൻഡാണ്. അതും ഇതുപോലെ തന്നെ ട്രാൻസ്ഫോമേഴ്സിലൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. നെക്സ്റ്റ് ജനറേറ്ററിന്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതുപോലെ ലൈവ് വെബിനാർസും ഒരുപാട് ഡിസൈനിങ്ങിന്റെ ഒരുപാട് ടിപ്സുകൾ കൊടുക്കുന്ന വേറൊരു വെബ്സൈറ്റ് ആണ് കമീൻസ് എന്നുള്ളത്. ഒരു ബിഗ് മാനുഫാക്ചർ തന്നെയാണ് കമീൻസ്. അവരുടെ വെബ്സൈറ്റിലും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെബിനാർസുകളെല്ലാം അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഉള്ളത് പെർക്കിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്, വേറൊരു ബ്രാൻഡ്. അവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ചില ആർട്ടിക്കിൾസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ ജനറേറ്റേഴ്സിനെ കുറിച്ച് സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കോളേജിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു MEP ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. പക്ഷെ ജനറേറ്റർ എന്താണ്? അതൊരു റൊട്ടേറ്റിംഗ് ഡിവൈസ് ആണ്, അല്ലെ? അതായത് റൊട്ടേറ്റിംഗ് മെഷീനാണ്. ട്രാൻസ്ഫോമർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതൊരു സ്റ്റാറ്റിക്, അതിൽ നമ്മൾ മൂവ്മെന്റ് ഒന്നും നടക്കാണ്ടാണ് അതിൽ വോൾട്ടേജിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് ഒരു വോൾട്ടേജിന് മറ്റൊരു വോൾട്ടേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ഫോമറിന്റെ ഫംഗ്ഷൻ. എങ്കിൽ ജനറേറ്റർ എന്താ ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. അതായത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആക്കി തരിക എന്നുള്ളതാണ് ജനറേറ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ MEP ഇൻഡസ്ട്രിയിൽ നമുക്ക് അറിയേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് മാത്രമാണ്. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഓൾവേസ് ഡെൽറ്റ ടു സ്റ്റാർ ആയിരിക്കും അതിന്റെ കോൺഫിഗറേഷൻ ഉണ്ടാവുക, അതിന്റെ വൈൻഡിങ് കോൺഫിഗറേഷൻ. അത് ഡെൽറ്റ ടു സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രിഡിൽ നിന്ന് 3 കേബിൾ വരുന്നു, അതിന് 3 കേബിൾ 3 ഫേസ് ആയിരിക്കും, 3 ഫേസ് വരുന്നു. പക്ഷെ നമ്മളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? ന്യൂട്രലും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യും? സ്റ്റാർ കോൺഫിഗറിലേക്ക്, അതായത് നമുക്കറിയാം ഒരു ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ എന്താ നടക്കുന്നത്? 11 kV അല്ലെങ്കിൽ എന്താണോ 11 kV അല്ലെങ്കിൽ 22 kV വരുന്നു, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഇതിലേക്ക് 430 വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ചെയ്യുന്നത്. 11 കിലോ വോൾട്ടിൽ നിന്ന് 430 എന്നുള്ള വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ 3 ഫേസ് ഉണ്ടാവും, ഒരു ന്യൂട്രൽ ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ അവിടെ 3 കേബിൾ ഉണ്ടാവുള്ളൂ, സ്റ്റാർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ 4 കേബിൾസ് ഉണ്ടായിരിക്കും. പിന്നെ എപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും ഒരു MEP അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ ഉണ്ടാവുക. പിന്നെ ട്രാൻസ്ഫോമറിന്റെ മെയിൻലി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ 2 ടൈപ്പ് ട്രാൻസ്ഫോമറെ കാണുള്ളൂ. ഒന്ന് ഓയിൽ ടൈപ്പ് അല്ലെങ്കിൽ ഡ്രൈ ടൈപ്പ്. അതായത് അതിന്റെ കൂൾ ചെയ്യുന്ന മീഡിയം ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ ടൈപ്പ്, കൂൾ ചെയ്യുന്ന മീഡിയം അത് ഡ്രൈ ആണ് അല്ലെങ്കിൽ എയർ ആണ് കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ എയറിൽ വെച്ചിട്ട് ഓയിലില്ല, ഓയിലിൽ ഇമേഴ്സ് ചെയ്തായിരിക്കും ഓയിൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഡ്രൈ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ വൈൻഡിങ് ഓപ്പൺ ആയിരിക്കും, അതിന് എയർ നിന്നുള്ള മീഡിയം വെച്ചിട്ട് എയർ വെച്ചിട്ടാണ് അതിൽ എന്ത് ചെയ്യുന്നത്? ഈ വൈൻഡിങ്ങിനെ കൂൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ഒരു സിംഗിൾ ലൈൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ആദ്യം അതിന് ഹൈ വോൾട്ടേജ് സൈഡ് റെപ്രസെന്റ് ചെയ്യും, ദെൻ ഒരു ബാർ ഇട്ടിട്ട് ലോ വോൾട്ടേജ് സൈഡ്, ദെൻ അതിന്റെ ഫ്രീക്വൻസി, ദെൻ എത്ര റേറ്റിംഗ് ആണ്, ദെൻ ഏത് ടൈപ്പ് ഓഫ് കൂളിംഗ് ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ വോൾട്ടേജ് സൈഡ് 11 കിലോ വോൾട്ട് ആണെങ്കിൽ 11 kV ആയിരിക്കും. ദെൻ അതിന്റെ സ്റ്റെപ്പ് ഡൗൺ സൈഡ് അല്ലെങ്കിൽ അത് പ്രൈമറി സൈഡ്, ദെൻ സെക്കൻഡറി സൈഡ് എന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ചെയ്യാണ്, 433 വോൾട്ട് ആയിരിക്കും. 11 kV ബാർ 433. നമുക്ക് ഫ്രീക്വൻസി എപ്പോഴും നമ്മൾ തന്നത് 50 ഹെർട്സ് ആണ്. ദെൻ അതിന്റെ റേറ്റിംഗ് പല ടൈപ്പിലായിരിക്കും. റേറ്റിംഗ് എപ്പോഴും നമ്മൾ അങ്ങനെ KVA-ലായിരിക്കും മെൻഷൻ ചെയ്യുക, 1500 KVA, 1000 KVA അങ്ങനെ. ദെൻ ഏത് ടൈപ്പ് ഓഫ് കൂളിംഗ് ആണ്? ഒനാൻ ആണെങ്കിൽ, അത് ഓയിൽ കൂളിംഗ് ആണെങ്കിൽ ഒനാൻ എന്ന് പറയും, ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ. അതെല്ലാം നിങ്ങൾ ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈ ടൈപ്പ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യും. ഇതാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ടിപ്സ്. നെക്സ്റ്റ് ജനറേറ്റർ സൈഡിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു MEP ഇൻഡസ്ട്രിയിൽ നമ്മൾ എപ്പോഴും പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന
ജനറേറ്റർ ഡീസൽ ജനറേറ്ററാണ്. നെക്സ്റ്റ് ജനറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സ്റ്റാൻഡ് ബൈ ആയിട്ടായിരിക്കും. 90% ഇൻഡസ്ട്രിയിൽ സ്റ്റാൻഡ് ബൈ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. വളരെ റെയർ ആയിട്ട് മാത്രം അതായത് പവർ അവൈലബിൾ, ഇപ്പോൾ അതോറിറ്റിന്റെ പവർ ഒക്കെ അവൈലബിൾ ആവാത്ത സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ കണ്ടിന്യൂസ് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ജനറേറ്റർ യൂസ് ചെയ്യുള്ളൂ. അതർ കേസിലൊക്കെ നമ്മൾ നമ്മുടെ അതോറിറ്റിന്റെ പവർ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് മാത്രമേ നമ്മൾ ജനറേറ്ററിന് യൂസ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന ജനറേറ്റർ സ്റ്റാൻഡ് ബൈ, നമുക്ക് 2 ടൈപ്പ് ജനറേറ്റർ അവൈലബിൾ ആണ്. സ്റ്റാൻഡ് ബൈ റേറ്റഡ്, പ്രൈം റേറ്റഡ് ജനറേറ്റർ. ഇപ്പൊ രണ്ടിന്റെയും നമുക്ക് സ്റ്റാൻഡ് ബൈയിലേക്കൊക്കെ യൂസ് ചെയ്യാണ് നമ്മളെങ്കിൽ ജനറേറ്ററിന് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാൻഡ് ബൈ ജനറേറ്റർ ചൂസ് ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് അതൊരു കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ പ്രൈം റേറ്റഡ് ജനറേറ്റർ ചൂസ് ചെയ്യണം. കാരണം ഇത് രണ്ടും വ്യത്യാസം എന്താ വെച്ചാൽ സ്റ്റാൻഡ് ബൈയിലായിരിക്കുമ്പോൾ നമുക്ക് വല്ലപ്പോഴേ അത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ പ്രൈം റേറ്റഡ് ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഓപ്പറേഷൻ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കൂളിംഗ് മെത്തേഡുകളും കാര്യങ്ങളെല്ലാം സപ്ലയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ജനറേറ്ററിന്റെ സെലക്ഷന്റെ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടൈപ്പ് ഓഫ് ജനറേറ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ്, മെയിൻലി ജനറേറ്ററിൽ 2 പാർട്സ് ആയിരിക്കും ഉണ്ടാവും. മെയിൻ പാർട്സ് എന്ന് പറയുന്നത് 2 പാർട്ടുകളാണ്. നമ്മൾ അവെയർ ആവേണ്ട മെയിൻ പാർട്ടുകൾ 2 പാർട്ടാണ്. ഒന്ന് എഞ്ചിൻ പാർട്ട്, രണ്ടാമത്തെ ആൾട്ടർനേറ്റർ പാർട്ട്. എഞ്ചിൻ പാർട്ടാണ് ഡീസൽ എഞ്ചിൻ പാർട്ട്. അതുമായിട്ട് കപ്പിൾ ചെയ്തിട്ടാണ് ആൾട്ടർനേറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇലക്ട്രിസിറ്റി അവിടെ കൺവേർട്ട് ചെയ്തിട്ട്, അതായത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പാർട്ടാണ് നമ്മുടെ ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ജനറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എപ്പോഴും അതിന്റെ റേറ്റിംഗും വോൾട്ടേജും ടൈപ്പ് ഓഫ് ജനറേറ്റർ മാത്രം മെൻഷൻ ചെയ്താൽ മതി. അതായത് 1000, ഇപ്പോൾ നമ്മൾ ജനറേറ്റർ ആണെങ്കിൽ അതിന്റെ SLD സിംഗിൾ ലൈൻ ഡയഗ്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ എക്സാമ്പിൾ 1000 kVA ജനറേറ്റർ, 1000 kVA ബാർ 50 ഹെർട്സ് ഡീസൽ ജനറേറ്റർ അങ്ങനെ മെൻഷൻ ചെയ്തു. നെക്സ്റ്റ്, ഒരു സ്റ്റാൻഡ് ബൈയിൽ യൂസ് ചെയ്യുന്ന ജനറേറ്ററിന് എപ്പോഴും അതൊരു ATS-മായിട്ടോ MTS-മായിട്ടോ കണക്ട് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ ATS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച്. MTS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്ഫർ സ്വിച്ച്. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡ് ബൈക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ഒരു അതോറിറ്റിന്റെ സപ്ലൈ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ലോക്കൽ ഇലക്ട്രിസിറ്റി സപ്ലയർ അതോറിറ്റി, അവരുടെ ഒരു പവർ നമുക്ക് വന്നെടുക്കുന്നുണ്ടാവും. ഈ പവർ പോകുന്ന സമയത്ത് മാത്രമേ നമുക്ക് നമ്മളുടെ ജനറേറ്റർ വർക്ക് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് പവർ പോയി എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ജനറേറ്ററിന് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ഒരു പാനൽ വെക്കും. ആ പാനലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച്. അതായത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ട്രാൻസ്ഫർ ചെയ്യും പവറിന്. വേറെ ഒരു ബ്രേക്കർ വെച്ചിട്ടുണ്ടാവും, അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ പവർ പോയി എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ജനറേറ്ററിന് വർക്ക് ചെയ്യിപ്പിക്കും. ജനറേറ്ററിന്റെ പവറിൽ അത് വർക്ക് ചെയ്യും. ഈവൻ നമ്മളത് മാനുവലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ജനറേറ്ററിന്റെ പവർ പോയി അല്ലെങ്കിൽ അതോറിറ്റിന്റെ പവർ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മാനുവലി സ്വിച്ച് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മാനുവൽ ട്രാൻസ്ഫർ സ്വിച്ച്, MTS എന്ന് പറയാം. നെക്സ്റ്റ് ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജനറേറ്ററിലും ട്രാൻസ്ഫോമറിലും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഓൾവേസ് എപ്പോഴും ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ് എപ്പോഴും KVA-ലാണ് റെപ്രസെന്റ് ചെയ്യുക. KVA എന്ന് പറഞ്ഞാൽ എന്താണ്, കിലോ വോൾട്ട് ആംപിയർ. ഇത് ഒരിക്കലും നമ്മൾ കിലോ വാട്ടിലോ വേറെ ഏതെങ്കിലും യൂണിറ്റിൽ ജനറേറ്ററിന് ഒരിക്കലും മെൻഷൻ ചെയ്യരുത്. ഇത് നമ്മൾ ഇന്റർവ്യൂ സമയത്തൊക്കെ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജനറേറ്ററിന് മെൻഷൻ ചെയ്തിരിക്കേണ്ടത് KVA എന്നുള്ള റേറ്റിംഗ് ആണ്. നെക്സ്റ്റ്, ജനറേറ്ററും ട്രാൻസ്ഫോമേഴ്സും ഇൻഡോറോ ഔട്ട്ഡോറോ ആയിരിക്കാം അപ്പോൾ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിനനുസരിച്ച് നമുക്ക് എന്ത് ഇൻഡോർ ടൈപ്പും ഔട്ട്ഡോർ ടൈപ്പും ജനറേറ്ററും ട്രാൻസ്ഫോമേഴ്സും ഒക്കെ അവൈലബിൾ. അതായത് അകത്ത് വെക്കുന്ന ജനറേറ്ററും പുറത്ത് വെക്കുന്ന ജനറേറ്ററും ഉണ്ട്. ഈവൻ ഡിസൈനും അതിന്റെ ടൈപ്പും സെലക്ഷനും കാര്യങ്ങളെല്ലാം ഈ ഒരു ടൈപ്പിനനുസരിച്ച് നമുക്ക് ഡിഫറൻസ് ആയിരിക്കും. പിന്നെ ഈ ജനറേറ്റേഴ്സും ട്രാൻസ്ഫോമേഴ്സും എല്ലാം മാർക്കറ്റിൽ ഒരുപാട് സ്റ്റാൻഡേർഡ് റേറ്റിംഗുകൾ ഉണ്ട്. ആ റേറ്റിംഗുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 500 kVA, 750 kVA, 1000 kVA, 1500 kVA, 2000 kVA, ഇതൊക്കെയാണ് ഇത് മാർക്കറ്റിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. ഇത് ചെറിയ KVAസും അവൈലബിൾ ആണ്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റിംഗുകൾ നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു ടിപ്പ്. നെക്സ്റ്റ്, നമ്മൾ ജനറേറ്റേഴ്സും ട്രാൻസ്ഫോമേഴ്സും എല്ലാം എപ്പോഴും സെലക്ട് ചെയ്യുന്നത് അതിന്റെ ടോട്ടൽ കണക്റ്റഡ് ലോഡ്, അതിൽ ടോട്ടൽ ആയിട്ട് അവിടെ എത്രത്തോളം ലോഡ് വരുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസിലാണ് നമ്മളെപ്പോഴും ഒരു ജനറേറ്റേഴ്സിന് അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, ട്രാൻസ്ഫോമേഴ്സിനെയോ ജനറേറ്റേഴ്സിനെയോ ഒരിക്കലും അതിന് 100% കപ്പാസിറ്റിയിൽ ലോഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. എപ്പോഴും അതിൻ്റെ ഒരു 80% വരെയൊക്കെ മാക്സിമം നമ്മൾ
ലോഡ് ചെയ്യാറുള്ളൂ. എപ്പോഴും 100% ഇപ്പൊ നമുക്ക് ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ 80 അല്ലെങ്കിൽ 100 കിലോ വാട്ട് ലോഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ 80%ലേക്ക് ആക്കിയിട്ട് അതിനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, എപ്പോഴും ജനറേറ്ററോ ട്രാൻസ്ഫോമേഴ്സോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലൊരു 20%ന്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് 100 ആണ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എക്സാക്ട്ലി അത് പോയിട്ട് സെലക്ട് ചെയ്യരുത്. അതിലേക്ക് എന്ത് ചെയ്യും, ഒരു 100 kV അതിന്റെ ഒരു 20% ആഡ് ആക്കിയിട്ട് ഒരു 120 റേഞ്ചിലേക്ക്. കാരണം ഇതൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ചിലപ്പം ആ ഒരു ബിൽഡിങ്ങിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ഒരു ഇനീഷ്യൽ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറും കൂടെ കണ്ടിട്ട് ഫ്യൂച്ചറിലേക്കുള്ള ഒരു കുറച്ച് പ്രൊവിഷൻസും കൂടി, ഫ്യൂച്ചറിലേക്കുള്ള ഒരു കുറച്ച് ലോഡ് ആഡ് ആക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ട്രാൻസ്ഫോമേഴ്സിനെയോ ജനറേറ്റേഴ്സിനൊക്കെ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ജനറേറ്റേഴ്സിനും ട്രാൻസ്ഫോമേഴ്സിനും നമ്മൾ എപ്പോഴും ഡബിൾ എർത്തിങ് കൊടുത്തിരിക്കണം. അതായത് ഒന്ന് അതിന്റെ ന്യൂട്രൽ എർത്തിങ് ആണ്, മറ്റത് അതിന്റെ ബോഡി എർത്തിങ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാവാറുള്ള കുറച്ച് കൺഫ്യൂഷൻസും ഈ ഒരു ജനറേറ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ കുറച്ച് മിസ്കൺസെപ്ഷൻസും എന്തൊക്കെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജനറേറ്റേഴ്സും ട്രാൻസ്ഫോമേഴ്സും KVA-ലാണ് റേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഉണ്ടാവുന്ന ഡൗട്ടാണ്, അല്ലെങ്കിൽ പൊതുവെ എപ്പോഴും കണ്ടുവരാറുള്ള ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ട് KVA-ൽ റേറ്റ് ചെയ്യുന്നു? നമ്മളുടെ ബാക്കിയുള്ള എല്ലാം നമ്മളിപ്പോൾ ലോഡുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പമ്പ് മോട്ടോഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും HP അല്ലെങ്കിൽ കിലോ വാട്ടിലായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് വാട്ടിലായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ഏത് എക്യുപ്മെന്റ് എടുത്താലും അതിൽ വാട്ടിലോ കിലോ വാട്ട്സിലൊക്കെ ആയിരിക്കും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ എന്തുകൊണ്ട് ജനറേറ്ററും അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സും KVA-ൽ മെൻഷൻ ചെയ്യുന്നു, KVA എന്നുള്ള ഒരു യൂണിറ്റിൽ മെൻഷൻ ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ മോട്ടർ ആയിക്കോട്ടെ, എക്യുപ്മെന്റുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ലൈറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, ഒരു ലോഡാണ്. അതായത് പവറിനെ കൺസ്യൂം ചെയ്യുന്ന ഒരു ഓരോ ലോഡുകളാണ് ഇതെല്ലാം. അപ്പൊ എന്താണ് ട്രാൻസ്ഫോമർ, എന്താണ് ജനറേറ്റർ? ഇതൊരു സോഴ്സ് ആണ്. അതായത് പവറിനെ ഈ ഒരു ജനറേറ്റേഴ്സ് നിന്നോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൽ നിന്നോ ആയിരിക്കും എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പവർ ഫാക്ടർ നമുക്കറിയാം. ഇവിടെ കണക്ട് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഇവിടെ കണക്ട് ചെയ്യുന്ന ലോഡുകൾ ഏത് ടൈപ്പ് ലോഡാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ കപ്പാസിറ്റീവ് ലോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ റെസിസ്റ്റീവ് ലോഡ് ആയിരിക്കും. റെസിസ്റ്റീവ് ലോഡ് എന്താണ്, നമുക്ക് അതിന്റെ പവർ ഫാക്ടർ നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ യൂണിറ്റി പവർ ഫാക്ടർ ആണ്, ഒന്നായിരിക്കും പവർ ഫാക്ടർ. ബട്ട് കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മോട്ടറൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഇൻഡക്റ്റീവ് ലോഡാണ്. അപ്പോൾ ഈ ഒരു ലോഡൊക്കെ ആണെങ്കിൽ എന്താവും, അവിടെ നമുക്ക് ഒരു സോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് ലോഡ് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിലേക്ക് എന്തൊക്കെ കണക്ട് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ എപ്പോഴും പവർ ഫാക്ടർ നമുക്ക് അവിടെ അൺനോൺ ആയതുകൊണ്ടാണ് നമ്മൾ KVA-ൽ മെൻഷൻ ചെയ്യുന്നത്. പക്ഷെ മോട്ടറിന്റെ കേസിലാണെങ്കിൽ പവർ ഫാക്ടർ ഈവൻ ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിലും അത് മാനുഫാക്ചർ എന്ത് ചെയ്യുക, അതിന്റെ പവർ ഫാക്ടർ അവിടെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിലറിയാം, ഇത്രയാണ് അതിന്റെ പവർ ഫാക്ടർ നമുക്ക് അറിയാൻ പറ്റും. ബട്ട് ഇത് സോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ പവർ ഫാക്ടർ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. എന്താണ് അതിലേക്ക് ഫ്യൂച്ചറിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ KVA-ൽ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഉണ്ടാവുന്ന മിസ്കൺസെപ്റ്റ് ആണ് ട്രാൻസ്ഫോമേഴ്സ് എപ്പോഴും എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ എനർജി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ട്രാൻസ്ഫോമേഴ്സ് ഒരിക്കലും എനർജി ഉണ്ടാക്കുന്നില്ല. നമ്മൾ എന്താ ട്രാൻസ്ഫോമർ ചെയ്യുന്നത് വെച്ചാൽ ഒരു വോൾട്ടേജിനെ മറ്റൊരു വോൾട്ടേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ അതായത് വോൾട്ടേജിനെ കൂട്ടും, സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ വോൾട്ടേജിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. എക്സിസ്റ്റിംഗ് വോൾട്ടേജിനെ ഹൈ ആക്കുക ലോ ആക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ട്രാൻസ്ഫോമേഴ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉണ്ടാവുന്ന വേറൊരു കാര്യമാണ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നമുക്കൊരു സ്റ്റോർ ചെയ്തിട്ടാണ് നമുക്ക് പവർ തരുന്നത് എന്നുള്ളത്. അത് ബാറ്ററിയാണ് സ്റ്റോറേജ് ഡിവൈസ്. ജനറേറ്റർ എപ്പോഴും എന്താണ് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഡീസൽ എഞ്ചിൻ ഉണ്ടാവും, നമ്മളുടെ വെഹിക്കിൾസിന്റെ ഒക്കെ എഞ്ചിന് പോലെ തന്നെ ഉള്ള ഒരു എഞ്ചിൻ ഉണ്ടാവും. ആ എഞ്ചിനായിട്ട് നമ്മളുടെ ഒരു ആൾട്ടർനേറ്റർ കണക്ട് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജിയെ, ആ എഞ്ചിന് ഉണ്ടാക്കുന്ന മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് തരുന്ന ഡിവൈസ് ആണ് ജനറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫോമർ നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് ഡൗണിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു മിസ്കൺസെപ്റ്റ്. എന്നാൽ ഇൻസ്ട്രുമെന്റേഷൻ മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്ഫോമേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. അതാണ് നമ്മളുടെ CT അല്ലെങ്കിൽ PT എന്ന് പറയുന്ന സംഭവം. CT എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ,
നമ്മൾ കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളൊരു ഇപ്പൊ നമ്മളൊരു നമ്മളുടെ പാനൽ ബോർഡിലൊക്കെ നമ്മൾ മീറ്ററുകൾ കാണാറുണ്ട്. ഈ മീറ്റേഴ്സിനൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കറണ്ടാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അമീറ്റർ അതായത് CT യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളത് അവിടെ വോൾട്ടേജ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ PT അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരുപാട് എക്സാംസും ഇപ്പോൾ ഒരുപാട് ലൈസൻസിങ് അതോറിറ്റികളൊക്കെ നടത്തുന്ന ഒരുപാട് എക്സാംസും ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓൾവേസ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റിങ്ങുകളൊന്നും ഒരിക്കലും മാറ്റി എഴുതാൻ പാടില്ല. ഈ യൂണിറ്റുകൾ കിലോ വാട്ട്, KVA, ഈ കാര്യങ്ങൾ. ഇതിപ്പോൾ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എപ്പോഴും KVA ആണ് മെൻഷൻ ചെയ്യുക. സോ അത് എപ്പോഴും നമ്മൾ ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ എപ്പോഴും ബോധേഡ് ആയിരിക്കുക. അതേപോലെ തന്നെ ടോട്ടൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ആവുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഈവൻ നമ്മൾ ഇപ്പോൾ ഈ സിമ്പിൾസുകളൊക്കെ അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്. സിമ്പിൾസുകളൊക്കെ നമുക്ക് സിംഗിൾ ലൈൻ, നേരത്തെ പറഞ്ഞ സിംഗിൾ ലൈൻ ഡയഗ്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമേഴ്സിന് യൂസ് ചെയ്യുന്ന സിമ്പിളും അതുപോലെ തന്നെ ജനറേറ്ററിന് യൂസ് ചെയ്യുന്ന സിമ്പിളുകളൊക്കെ ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരുപാട് സിംഗിൾ ലൈൻ ഡയഗ്രാംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ അതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കുക, അതിനെക്കുറിച്ച് ഒരു ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിന്റെ റേറ്റിംഗ് എല്ലാം സെലക്ട് ചെയ്യാം. അതായത് പ്രൊജക്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ജസ്റ്റ് തിയറി മാത്രം അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ അറിയാം എന്നതുകൊണ്ട് മാത്രം നമുക്കൊരു എക്സാമിലൊന്നും പോയിട്ട് നമുക്ക് അല്ലെങ്കിൽ എക്സാം നമുക്ക് കറക്റ്റായിട്ട് അവർ കറക്റ്റായിട്ട് നോക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം ഒരു പ്രൊജക്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരുപാട് പ്രോജക്ട്സ് എടുക്കുക, പ്രോജക്ട്സ് ഡൗൺലോഡ് ചെയ്യുക, പ്രോജക്റ്റുകൾ ഓൺ പ്രൊജക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ഒരുപാട് നമ്മളുടെ മിസ്റ്റേക്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകും. ഈവൻ തിയറിയിൽ നമുക്കത് അറിയാമെന്ന് വെച്ചാലും നമ്മൾ ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരുപാട് മിസ്റ്റേക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എക്സാംസ് ഒക്കെ നടത്തുന്ന ഇപ്പോൾ നമ്മളുടെ UAE കേസിലൊക്കെ മിഡിൽ ഈസ്റ്റുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് അതോറിറ്റികൾ, ഇലക്ട്രിസിറ്റി അതോറിറ്റികളുടെ അവരുടേതായിട്ടുള്ള ഒരുപാട് ലൈസൻസുകളാണ്. ഇപ്പോൾ ഫീവ, സീവ, ദുബായിനാണെങ്കിൽ ദീവ അപ്രൂവ്ഡ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഫീവ അപ്രൂവ്ഡ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഇപ്പം എന്തോ ദുബായ് മുനിസിപ്പാലിറ്റി അപ്രൂവ്ഡ് എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഒരുപാട് അപ്രൂവൽസ് ഉണ്ട്. അതിലെല്ലാം ചോദിക്കുന്നത് നമുക്കൊരു G+, ഓരോ പതിൽ തന്നെ സീനിയർ എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ അങ്ങനെ ഓരോ ലെവലിൽ ഓരോ കാറ്റഗറി ആകുമ്പോൾ ആ ഒരു ടഫ്നെസ് കൂടുന്നുള്ളൂ. അവർ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയെന്ന് വെച്ചാൽ ഒരു പ്രൊജക്ട് തന്നിട്ട് ആ പ്രൊജക്ട് നമ്മളെ കൊണ്ട് അവിടുന്ന് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു G+4 ബിൽഡിംഗ് ആണ്, അതിന്റെ ലോഡുകളെല്ലാം നമുക്ക് തരും, അത് വെച്ച് നമ്മളെ കൊണ്ട് അവിടുന്ന് ഡിസൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് ശീലിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. നെക്സ്റ്റ് ഉണ്ടാവുന്ന സർട്ടിഫിക്കേഷൻ അതോറിറ്റികൾ IEC, IEEE സർട്ടിഫിക്കേഷൻസ് അവരെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം അവരുടെ ഈ കൺസെപ്റ്റുകൾ, ടേംസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടൂൾസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് സോഫ്റ്റ്വെയർ ടൂൾസ് ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ട്രാൻസ്ഫോമർ സെലക്ഷൻ കാൽക്കുലേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഡിസൈൻ സൈഡിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ETAP എന്ന് പറയുന്നത്. ETAP പവർ സിസ്റ്റം അനാലിസിസ്, ഡിസൈൻ, സിമുലേഷൻ കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഓഫ് കോഴ്സ് AutoCAD ഒരു ടൂളാണ്. ദെൻ Revit. നെക്സ്റ്റ് പ്രാക്ടീസുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫോമേഴ്സും ജനറേറ്റേഴ്സിന്റെ ഒക്കെ മാനുവൽസുകൾ, അതായത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് മാനുവൽ എന്ന് പറയും. ഈ മാനുവലുകളൊക്കെ നമ്മൾ ഹാൻഡ് ഓവർ സമയത്ത് നമുക്ക് കിട്ടും. ഇതെല്ലാം ആണ് നമ്മൾ ടൂൾസ് ആൻഡ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അതൊരു എഞ്ചിനീയറിംഗ് ഒരു MEP ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂസിലും അതേപോലെ നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന കുറച്ച് ടിപ്സും ട്രിക്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.